ഇന്നത്തെ ദിവസം ഭയങ്കര മടിയുള്ളൊരു ദിവസമാണ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ഒരുപാട് ജോലികൾ ചെയ്യണം എന്നുള്ളൊരു ദിവസം ഭയങ്കര മടിയായിരിക്കുമല്ലോ. പോരാത്തതിന് വൻ മഴയും. ഇന്നത്തെ ദിവസം ഒരു തുള്ളി മഴ തുറന്നിട്ടില്ല. ഇന്നാണെങ്കിൽ എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്. നാളെ ഈ വീടിൻ്റെ കീ ഓണറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോണേ. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് ഫുള്ള് ക്ലീനിങ്ങും പരിപാടിയും പാക്കിങ്ങും എല്ലാം ചെയ്യണമല്ലോ. ഓൾമോസ്റ്റ് എല്ലാം കെട്ടിപ്പെറുക്കി ഇങ്ങനെ വെച്ചേക്കും. എന്നാലും നമ്മൾ എവിടേക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടു പോവേ. ആകെ പ്രാന്തായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നും. പിന്നെ ചെറിയൊരു വിഷമവും ഉണ്ട്. ഇവിടെ വന്ന സമയം തൊട്ട് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഈ വീട്ടിൽ തന്നെയാണ് നമ്മളുടെ താമസം. പിന്നെ ഇവിടുന്ന് മാറുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മുടക്കി വാങ്ങിയ കാറാണ് ഇതേ പോണ കണ്ടില്ലേ. വെറും 60 യൂറോയ്ക്കാണ് ഇതേ ഇപ്പം കയറ്റിക്കൊണ്ട് പോകുന്നത്. അതങ്ങനെയൊന്നും പറയണ്ട, ആക്സിഡൻ്റ് ആയിട്ട് പോണ പോക്കാണേ. പോട്ടെ, എന്തായാലും ഈ വിഷമമൊക്കെ മാറ്റാൻ ലാസ്റ്റ് ദിവസം കൂടെ ആയതുകൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുക. ക്യാരറ്റ് കേക്കാണ് എൻ്റെ ഉദ്ദേശം. ഈ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മെയിൻ ടാസ്ക്കാണ് ഈ ക്യാരറ്റ് പിഴിഞ്ഞെടുക്കുക എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ചില അസിസ്റ്റൻസിനെയൊക്കെ നമ്മൾ വാങ്ങണം. ഇതിൽ ഡേറ്റ്സ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഡേറ്റ്സും പിന്നെ കാരമലൈസ് ചെയ്ത ഷുഗറും ബട്ടറും സൺഫ്ലവർ ഓയിലും പിന്നീട് ഷുഗറും വാനില എസൻസും പിന്നെ ക്യാരറ്റും പിന്നെ നമ്മളെ മൈദ മിക്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ കേക്ക് ട്രേയിലേക്ക് മാറ്റി. ഞാൻ ഓൾമോസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. സംഭവം സിമ്പിളായിട്ട് പരിപാടി കഴിയും. ഒരു 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സോ 50 മിനിറ്റ്സോ ഒക്കെ വെച്ച് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇത് കണ്ടിട്ട് ഒന്നും തോന്നണ്ട, സംഭവം നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.